പ്രോഫിറ്റ് ലോസ് ആൻഡ് ഡിസ്കൗണ്ടിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് സക്സസീവ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സക്സസീവ് ഡിസ്കൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്വേഷനും അത് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇക്വേഷൻ ആണ് സക്സസീവ് ഡിസ്കൗണ്ട് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ സക്സസീവ് ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷന്. അത് നമ്മൾ പെർസെൻറ്റേജിൽ പഠിക്കുന്ന എഫക്റ്റീവ് പെർസെൻറ്റേജിന്റെ സെയിം ഇക്വേഷൻ ആണ്. അത് നമ്മൾ ഡിസ്കൗണ്ടിലോട്ട് വരുമ്പോൾ, അതായത് ആദ്യം A% ഡിസ്കൗണ്ടും പിന്നീട് ഒരു B% ഡിസ്കൗണ്ടും സക്സസീവ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന എഫക്റ്റീവ് ഡിസ്കൗണ്ടിന്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് A+B - AB/100% ആയിരിക്കും. ഇതാണ് നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ഡിസ്കൗണ്ടിന്റെ സക്സസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫക്റ്റീവ് ഡിസ്കൗണ്ട് കാണാനുള്ള ഇക്വേഷൻ ആണ്. അത് 3 എണ്ണം വന്നിട്ടുണ്ടെങ്കിലും ഇതേ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെക്കാം. A+B - AB/100% ആണ് എഫക്റ്റീവ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് എ സിംഗിൾ ഡിസ്കൗണ്ട് ഈക്വലന്റ് ടു 2 സക്സസീവ് ഡിസ്കൗണ്ട് ഓഫ് 20% ആൻഡ് 10% ഓൺ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് എൻ ആർട്ടിക്കിൾ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. രണ്ട് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. അതിന്റെ എഫക്റ്റീവ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുന്ന സമയത്ത് ഇവിടെ A എന്ന് പറയുന്നത് A% എന്ന് പറയുന്നത് 20%ഉം B% എന്ന് പറയുന്നത് 10%ഉമാണ്. സോ എഫക്റ്റീവ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് 20 + 10 - 20 × 10 / 100 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 - 2 28% അവിടുത്തെ എഫക്റ്റീവ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. സോ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്ലൈ ടു എ ബിൽ ഫോർ ₹1000. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡിസ്കൗണ്ട് ഓഫ് 40% ആൻഡ് 2 സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 36% ആൻഡ് 4%? അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പിലുള്ള ഡിസ്കൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തത് ഒരു സിംഗിൾ ഡിസ്കൗണ്ട് ആണ്. 40% ഒരു സിംഗിൾ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 36%ൻ്റെയും 4%ൻ്റെയും എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സക്സസീവ് ആയിട്ടുള്ള ഡിസ്കൗണ്ടും. ഇതിന്റെ ഡിഫറൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ സിംഗിൾ ഡിസ്കൗണ്ട് അവിടെ നിൽക്കട്ടെ. നമുക്ക് 36% ആൻഡ് 4%ന്റെ എഫക്റ്റീവ് ഡിസ്കൗണ്ട് ആദ്യം നോക്കാം. 36ഉം 4 എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് കൊടുക്കുമ്പോൾ 36 + 4 - 36 × 4/100 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 36 + 4 എന്ന് പറയുമ്പോൾ 40 ആണല്ലേ. 40 - 36 × 4 144 ആണ്. 144/100 1.44 എന്ന് കിട്ടും. അത് ഫുള്ളി നിങ്ങൾ സോൾവ് ചെയ്യണ്ട. അതായത് ഇവിടെ രണ്ട് ഡിസ്കൗണ്ട്സ് നിങ്ങൾ നോക്കുമ്പം ഒന്നാമത്തത് 40%ന്റെ ഒരു സിംഗിൾ ഡിസ്കൗണ്ടും രണ്ടാമത്തത് എഫക്റ്റീവ്ലി നമ്മൾ നോക്കുന്ന സമയത്ത് 40 - 1.44% ഒരു സിംഗിൾ ഡിസ്കൗണ്ടുമാണ്. ഇതിന്റെ ഡിഫറൻസ് എന്തായിരിക്കും? 40ഉം 40 - 1.44ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ 1.44% ആണല്ലേ. അപ്പം നമ്മുടെ ഈ മാർക്കറ്റ് പ്രൈസിന്റെ അല്ലെങ്കിൽ ബില്ലിന്റെ പ്രൈസിന്റെ 1.44% ആയിരിക്കും അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 1000ന്റെ 1.44%. ദാറ്റ് ഈസ് ഈക്വൽ ടു 14.4 രൂപയാണ് ഇവിടുത്തെ ഡിഫറൻസ് വരുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് ഇതേപോലെ തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഫോർ എൻ ഇലക്ട്രിക് ബിൽ ഫോർ ₹50,000 വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ഡിസ്കൗണ്ട് ഓഫ് 30% ആൻഡ് 2 സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 26% ആൻഡ് 5%. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സിംഗിൾ ഡിസ്കൗണ്ട് വരുന്നത് 30% ആണ്. സക്സസീവ് ഡിസ്കൗണ്ടിന്റെ എഫക്റ്റീവ് നോക്കുന്ന സമയത്ത് 26 + 5 - 26 × 5/100 എന്ന് വരും. That is equal to 26 + 5 31 ആണ്. 31 - 26 × 5/100 എന്ന് പറയുമ്പം നമുക്കിവിടെ എന്ത് വരും? 13/10 അഥവാ 1.3 അല്ലേ. അപ്പോൾ 31 - 1.3%. 31 - 1.3% എന്ന് പറയുമ്പം 31 1 പോയി കഴിഞ്ഞാൽ 30. 30 - 0.3% ആണ്. ഇത് നമ്മൾ സോൾവ് ചെയ്യേണ്ട, കാരണം കമ്പയർ ചെയ്യാൻ ഇതാണ് എളുപ്പം അല്ലേ. ഇവിടെ 30% ഡിസ്കൗണ്ട് കിട്ടുമ്പം ഇവിടെ നമുക്ക് കിട്ടുന്നത് 30 - 0.3%. ഓഫ് കോഴ്സ് അവിടെ വരുന്ന ഡിഫറൻസ് എന്താണ്? ഈ ഒരു 0.3% വ്യത്യാസമാണ് അവിടെ വരുന്നത്. അപ്പൊ നമ്മുടെ ബിൽ എമൗണ്ട് എന്ന് പറയുന്നത് 50,000. ആ 50,000ന്റെ
50,000-ന്റെ 0.3% ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 150 rupees ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് a discount of 27% on a certain bill and the difference between two successive discounts of 20% and 10% was rupees 56. Find the amount of the bill. നേരത്തെ ചെയ്ത ടൈപ്പിന്റെ നേരെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതായത് ഇവിടെ നമുക്ക് ഡിഫറൻസ് തന്നിട്ടുണ്ട്, ബിൽ എമൗണ്ട് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 27%, രണ്ടാമത്തത് 20%-ന്റെയും 10%-ന്റെയും രണ്ട് സക്സസീവ് ഡിസ്കൗണ്ട്സ് ആണ്. അതിന്റെ എഫക്റ്റീവ് കൊടുക്കുമ്പോൾ 20 + 10 30 - 20 × 10 200/100 2 വരും. അതായത് 30 - 2 28%. അപ്പോൾ ഇവിടെ 27% ഡിസ്കൗണ്ടും 28% ഡിസ്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡിഫറൻസ് വരുന്നത് 1%. ആ 1% 56 ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ബിൽ എമൗണ്ട് എന്ന് പറയുന്നത് 100% ആയിരിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5600 ഈസ് ദ ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the single discount rate percentage equivalent to the successive discounts of 10%, 20% and 20%. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് ഡിസ്കൗണ്ട് പെർസെൻറ്റേജിന് മാത്രമല്ല, നമുക്ക് രണ്ടിലധികം വന്നാലും അതേപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഒറ്റയടിക്ക് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി നമുക്ക് 3 എണ്ണം വരുമ്പോൾ ഇക്വേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇക്വേഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ലെങ്തി പ്രോസസ്സാണ്. അതിനേക്കാളും എളുപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഇപ്പം 10%, 20%, 20%, 3 സക്സസീവ് ഡിസ്കൗണ്ട്സ് വരുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്രൂപ്പ് ആക്കാം. അതായത് ആദ്യം തന്നെ ഫസ്റ്റ് 2 ഡിസ്കൗണ്ടിന്റെ എഫക്റ്റീവ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ടും മൂന്നാമത്തതും തമ്മിലുള്ള എഫക്റ്റീവ് ഡിസ്കൗണ്ട് ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ 10-ന്റെയും 20-ന്റെയും എഫക്റ്റീവ് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ വാല്യൂസ് ആണല്ലേ. 10 + 20 30 - 2 28% ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ ആ 28%-ഉം അടുത്ത ഡിസ്കൗണ്ട് ആയ 20-ഉം തമ്മിലുള്ള എഫക്റ്റീവ് ഡിസ്കൗണ്ട് ആണ് ആൻസർ വരേണ്ടത്. സോ 28 + 20 - 28 × 20/100 ആണ് നമ്മുടെ ആൻസർ വരേണ്ടത്. 28 + 20 എന്ന് പറയുമ്പോൾ 48 - 2 28 × 2 56/10 5.6 വരും അല്ലേ. 5.6 വരും. 5.6 48 - 5.6 എന്ന് പറയുമ്പോൾ 48 5 പോയാൽ 43, 43 വീണ്ടും 0.6 പോയിട്ടുണ്ടെങ്കിൽ 42.4 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. 42.4% ഈസ് ദ ആൻസർ. ഓപ്ഷൻ എ ഈസ് ദ ആൻസർ. അപ്പോൾ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ഇതിൽ തന്നെ വെക്കുന്നുണ്ട്. ഇത് ചെയ്ത് നോക്കുക കേട്ടോ. 3 ഡിസ്കൗണ്ടിന്റെ ഇക്വലന്റ് ആയിട്ടുള്ള സിംഗിൾ ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ എന്താണ് കിട്ടുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാം. സക്സസീവ് ഡിസ്കൗണ്ടിൽ ചോദിക്കുന്ന ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഡിസ്കൗണ്ട് കോമ്പിനേഷൻസിൽ ഏതാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്, അതായത് ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് തരുന്നത് അല്ലെങ്കിൽ കുറവ് ഡിസ്കൗണ്ട് തരുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ടൈപ്പ് ഓഫ് പ്രോബ്ലംസിൽ ചില ക്വസ്റ്റ്യൻസിൽ നമുക്കൊരു ട്രിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ നമുക്ക് 4 ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ട്സ് തന്നിട്ടുണ്ട്. ഡ്യൂറിംഗ് എ സെയിൽ എ TV ഷോപ്പ് ഓണർ ഓഫേഴ്സ് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സക്സസീവ് ഡിസ്കൗണ്ട്സ് ഫോർ എനി കൺസ്യൂമർ ടു ചൂസ് ഫ്രം. Which of the following options will give the best possible price to the shop owner as a percentage of the market price of an item? അതായത് ഈ തന്നിരിക്കുന്നതിൽ ഇവിടെ ഷോപ്പ് ഓണർക്ക് ബെസ്റ്റ് പോസിബിൾ പ്രൈസ് കിട്ടുന്ന, ശ്രദ്ധിക്കേണ്ട കാര്യം ഷോപ്പ് ഓണർക്കാണോ കസ്റ്റമർക്കാണോ. അതായത് ഷോപ്പ് ഓണർക്ക് ബെസ്റ്റ് പോസിബിൾ പ്രൈസ് കിട്ടണം എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് മിനിമവും, കസ്റ്റമർക്ക് ബെസ്റ്റ് പോസിബിൾ പ്രൈസ് കിട്ടണം എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് മാക്സിമം ആവണം. അപ്പൊ ഇവിടെ ഇതിലേതാണ് മിനിമം ഡിസ്കൗണ്ട് വരുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ഇതിൽ നമുക്ക് സക്സസീവ് ഡിസ്കൗണ്ട്സ് ആണെങ്കിലും ഇതിന്റെ എല്ലാ കേസസിലും ഡിസ്കൗണ്ട്സിന്റെ സമ്മ് സെയിം ആണ്. 25 + 15 40 ആണ്. ഇവിടെയും 40 ആണ്, ഇവിടെയും 40 ആണ്, ഇവിടെയും 40 ആണ്. അങ്ങനെ വരുന്ന കേസിൽ സക്സസീവ് ഡിസ്കൗണ്ട്സിൽ സമ്മ് സെയിം വരുന്ന കേസിൽ ഏതാണ് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുന്നത് അല്ലെങ്കിൽ മിനിമം ഡിസ്കൗണ്ട് തരുന്നത് എന്ന് ചെക്ക് ചെയ്യാൻ അവരുടെ ഡിഫറൻസ് നമ്മൾ എടുത്തു നോക്കിയാൽ മതി. ഡിഫറൻസ് എവിടെയാണോ മാക്സിമം അത് മാക്സിമം ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുകയും എവിടെയാണോ ഡിഫറൻസ് മിനിമം വരുന്നത് അത് മിനിമം ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മളിവിടെ ഓപ്ഷനിൽ നോക്കുമ്പോൾ 25-ഉം 15-ഉം ഡിഫറൻസ് 10 ആണ്.
30ഉം 10ഉം ഡിഫറൻസ് 20 ആണ്, 35ഉം 5ഉം ഡിഫറൻസ് 30 ആണ്, 20ഉം 20ഉം ഡിഫറൻസ് 0 ആണ്. സോ മിനിമം ആയിട്ട് നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നത് എവിടെയാണ്? മിനിമം ഡിസ്കൗണ്ട് കിട്ടുന്നത് ഡിഫറൻസ് മിനിമം വരുന്നിടത്തും മാക്സിമം ഡിഫറൻസ് കിട്ടുന്നത് മാക്സിമം ഡിഫറൻസ് വരുന്നിടത്തുമാണ്. സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് കസ്റ്റമറുടേതല്ല, ഷോപ്പ് ഓണർക്ക് ബെസ്റ്റ് ബെനിഫിറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ മിനിമം ഡിസ്കൗണ്ട് ആണ് നമുക്ക് നോക്കേണ്ടത്. സോ ഇവിടെ 0 ഡിഫറൻസ് വരുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയാൻ സാധിക്കും. ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കീംസ് വിൽ ഈൽഡ് മിനിമം ഡിസ്കൗണ്ട് ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മിനിമം ഡിസ്കൗണ്ട് എന്ന് ഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ 1 പറയുന്നത് 2 സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 5 and 5%, രണ്ടാമത്തേത് സിംഗിൾ ഡിസ്കൗണ്ട് ഓഫ് 10%, മൂന്നാമത്തേത് 2 സക്സസീവ് ഡിസ്കൗണ്ട്സ് ഓഫ് 8 and 2%. ഇവിടെ നമ്മൾ സമ്മ് നോക്കുമ്പോൾ ഫസ്റ്റത്തെ കേസിൽ 5ഉം 5ഉം 10 ആണ് വരുന്നത് അല്ലേ. രണ്ടാമത്തെ കേസിൽ സിംഗിൾ ഡിസ്കൗണ്ട് സമ്മ് 10 ആണ്, മൂന്നാമത്തെ കേസിൽ 8+2 സമ്മ് 10 ആണ്. അപ്പം മൂന്നിലും സമ്മ് സെയിം ആകുമ്പോൾ നമുക്ക് ഡിഫറൻസ് നോക്കാം. ഫസ്റ്റ് കേസിൽ ഡിഫറൻസ് വരുന്നത് 0 ആണ്, രണ്ടാമത്തെ കേസിൽ സിംഗിൾ ഡിസ്കൗണ്ട് ഓഫ് 10 ആണ്, അതായത് രണ്ടാമത്തെ ഡിസ്കൗണ്ട് ഇല്ല അല്ലെങ്കിൽ 0 ആണ് രണ്ടാമത്തെ ഡിസ്കൗണ്ട്. അപ്പം നമുക്ക് ഡിഫറൻസ് എന്ത് കൊടുക്കാം? 10 കൊടുക്കാം. മൂന്നാമത്തെ കേസിൽ 8ഉം 2ഉം തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് 6 ആണ്. അപ്പോൾ ഇവിടെ ഏറ്റവും മിനിമം ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഏത് കേസിലായിരിക്കും? 0 വരുന്നത് അല്ലേ. ഡിഫറൻസ് ഏറ്റവും മിനിമം ആകുമ്പോഴാണ് മിനിമം ഡിസ്കൗണ്ട് വരേണ്ടത്. സോ നമ്മുടെ ഓപ്ഷൻ 1 ആണ് നമുക്കിവിടെ ആൻസർ എന്ന് പറയാം. ഒന്നാമത്തെ സ്കീം അല്ലേ, സ്കീം 1 ഓൺലി ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയാം. അപ്പൊ ഇതേ കൺസെപ്റ്റിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ ഹോംവർക്ക് ആയിട്ട് വെക്കുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഇതേ ലോജിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ ഏതാണെന്നുള്ളത് കമന്റ് ബോക്സിൽ പറയാം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറയാൻ മറക്കരുത് കേട്ടോ.